ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണിത്, പാം കഫ്. ഇതൊരു കസ്റ്റമൈസ്ഡ് വർക്കായിരുന്നു. ചെറിയ ബഡ്ജറ്റിൽ ഒരു പാം കഫ് വേണമെന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 0.4 mm സൈസ് വരുന്ന ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്ലിപ്പ് സ്റ്റോൺ ആണ്. സാധാരണയായി പാം കഫിൽ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടും ക്ലിപ്പ് സ്റ്റോൺസ് ആണ്, പല ഷേപ്പിൽ വരുന്നത്. എന്നാൽ ഈ ക്ലിപ്പ് സ്റ്റോൺസ് ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ചെറിയ ബഡ്ജറ്റിൽ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് ഈ ക്ലിപ്പ് സ്റ്റോണിന് പകരമായിട്ട് ഞാൻ നോർമൽ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ് കഫിൻ്റെ 2 എൻഡിലും മാത്രമാണ് ഞാൻ ഈ സ്റ്റോൺ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നോർമൽ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സിൽവറും ലാവൻഡറുമാണ് കളർ കോമ്പിനേഷൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു സിൽവർ സ്റ്റോണും അതേപോലെ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള സ്റ്റോണും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. തിക്നെസ് കൂടിയ ഗിയർ വയർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ കുറച്ച് ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ക്ലിപ്പ് സ്റ്റോണിൻ്റെ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഒരെൻഡിൽ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിനെ ഒന്ന് വലിച്ച് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹോളിലും ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ടൈറ്റാക്കി ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും. ഇനി ഇതിനെ ഒന്ന് 5 to 6 ടൈംസ് ഒന്ന് ചുറ്റിയെടുക്കുക ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ 2 എൻഡിൽ മാത്രമാണ് ഞാൻ ക്ലിപ്പ് സ്റ്റോൺ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ ജസ്റ്റ് കയ്യിലൊന്ന് വെച്ച് അളവൊന്ന് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടം വരെയാണ് എനിക്ക് ഡിസൈൻ വേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒരെൻഡിൽ ജസ്റ്റ് കൈവച്ചൊന്ന് കമ്പി ഷേപ്പാക്കിയതിന് ശേഷം അതിനൊന്ന് ചുറ്റിയെടുക്കുവാണ്. ഇവിടെ ഞാൻ സിൽവർ കളറിലുള്ള ചെറിയ സ്റ്റോണാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ചെറിയ ഹോൾ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം 2 കമ്പി കൂട്ടിപ്പിടിച്ച് ഒരു 5 to 6 ടൈംസ് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി ചെയ്യുന്ന ഹോള് കുറച്ച് വലുതാണ്. ലാവൻഡർ ഷെയ്ഡിലുള്ള സ്റ്റോണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ ഹോൾ എടുത്തത്. ഇതുപോലെ റഫായിട്ട് ഓരോ സൈഡിലും ഇതുപോലെ മേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിരുന്നു. ആ അളവ് വരെയാണ് ഇതുപോലെ റഫായിട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഷേപ്പ് മേക്ക് ചെയ്യുന്ന സമയത്ത് സെൻറ്ററിലെ കമ്പി ഹൈഡ് ചെയ്യാൻ പാകത്തിന് കൂടി ഒരു ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ വരുന്ന കമ്പി വിസിബിൾ ആയിരിക്കത്തില്ല. ഇപ്പോൾ ഞാൻ ആ മാർക്ക് ചെയ്തിരിക്കുന്ന അവിടം വരെ ചെയ്തെത്തിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി പിരിച്ചെടുക്കുവാണ്. അതിനുശേഷം ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് മെഷർമെൻ്റ് ഒന്ന് കറക്റ്റായിട്ട് നോക്കണം. ഈ സൈഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് വെച്ചാൽ അത് അവിടെ സ്റ്റിഫായിട്ട് ഇരുന്നോളും. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ച് ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം അവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ നിന്നാണ് അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതേ ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തെടുക്കുന്നത്. വലിയ സ്റ്റോൺസും ചെറിയ സ്റ്റോൺസും മാറി മാറി ചെയ്യാൻ പാകത്തിന്. ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ വർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ആ എൻഡിൽ നമ്മളിവിടെ വൈറ്റ് ക്ലിപ്പ് സ്റ്റോൺ ആഡ് ചെയ്തതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിലും ക്ലിപ്പ് സ്റ്റോൺ ആഡ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലുള്ള ആ ഹോളിലൂടെ ഈ കമ്പി വലിച്ച് ചുറ്റി നല്ല ടൈറ്റാക്കി എടുക്കുക ചെയ്യുന്നത്. അധികം വരുന്ന കമ്പി കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കുറച്ചുകൂടി സ്റ്റിഫായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് ഒരു ലെയർ കൂടി ഈ കമ്പി ഇതിൽ ചുറ്റി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ചെറിയ ഹോളിൽ വൈറ്റ് സ്റ്റോണും വലിയ ഹോളിൽ ലാവൻഡർ കളറിലുള്ള സ്റ്റോണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് 2 സൈഡിലും സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കേണ്ടത്. 4 mm സൈസ് ഗിയർ വയറാണ് എടുക്കുന്നതെങ്കിൽ ഇതിലൊരു ലെയർ കൂടി ചുറ്റി കൊടുത്താൽ കുറച്ചുകൂടി സ്റ്റിഫായിട്ട് ഇത് നിന്നോളും. അതല്ല വലിയ സൈസ് ഗിയർ വയർ എടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ രീതിയിൽ ചെയ്താൽ മതി. പാം കഫിൻ്റെ ഒരു പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ഫിംഗർ പോർഷൻ കൂടി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ മെത്തേഡ് തന്നെയാണ് അതിൽ യൂസ് ചെയ്തത്. ഇതാണ്. ഇതിൻ്റെയും 2 എൻഡിൽ ഞാൻ ക്ലിപ്പ് സ്റ്റോൺ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നോർമൽ സ്റ്റോൺസ് ആണ്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഫിംഗറിൽ ഇടുന്നതാണ്. ജസ്റ്റ് നമ്മൾ വെച്ചതിന് ശേഷം ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് അവിടെ സെറ്റായി ഇരുന്നോളൂ.
അതിനുശേഷം ഇതുകൂടി ഒന്ന് വെച്ച് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിരുന്ന നമ്മുടെ പാം കഫ് റെഡിയായി.